CPM-നകത്ത്. മറ്റുള്ള പാർട്ടികളിലൊക്കെ അത് ഉണ്ടാകാറുണ്ട്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ 10 വർഷത്തിനുള്ളിൽ നടക്കുന്നതാണ്. നമ്മൾ അമ്പലപ്പുഴയിലൊക്കെ സുധാകരൻ അടക്കമുള്ളവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ചയായിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു നിലയിൽ പാർട്ടിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു തോന്നലിലേക്ക് എത്തപ്പെടുന്നു. കാരണം ഇനിയും ചിലപ്പോൾ ഒരു 3ാം ഭരണം കൂടി കിട്ടുമായിരിക്കും. അതുകൂടി കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ കാണില്ല. ആ തരത്തിലുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്ന വിധമാണ് ഇതിനകത്ത് നേതാക്കന്മാരും അണികളും ഒക്കെ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി ശക്തരായിട്ടുള്ള അണികളുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കാരണം അവരുടെ വോട്ട് അവരൊരിക്കലും പാഴാക്കാറില്ല. അവരുടെ 38% വോട്ടാണ് ഉള്ളതെങ്കിൽ അവർ കൃത്യമായിട്ടും ആ പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കോ വളരെ കൃത്യമായി നൽകുന്ന ഒരു വിഭാഗമാണ് ഈ CPM-ന്റെ അണികൾ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ LDF മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനൊരു തിരിച്ചടിയായി മാറുകയാണ് ഈ വിമത സ്ഥാനാർത്ഥികൾ എന്ന് പറയപ്പെടുന്നത്. വിമത സ്ഥാനാർത്ഥികളായി എത്തപ്പെടുന്നത് ആനി അശോകനും KV മോഹനുമാണ്. ആനി അശോകൻ ചെമ്പഴന്തിയിലും വാഴോട്ട് പോകുന്നത് KV മോഹനും എത്തപ്പെടുന്നു. ആനി അശോകൻ പറയുന്നത് ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി BJP-യെ വിജയിപ്പിക്കുവാനുള്ള ഒരു ശ്രമം ചെമ്പഴന്തിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ചെമ്പഴന്തിയിൽ സീറ്റ് നിഷേധിച്ചത് എന്നും സീറ്റ് നിഷേധിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നും BJP-യും CPM-ഉം കടകംപള്ളിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്, ഒരു ഡീലാണ് അവിടെ നടക്കുന്നതെന്നാണ് ആനി അശോകന്റെ ആരോപണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വാഴോട്ടുകോണത്താണ്. വാഴോട്ടുകോണത്ത് ഇതേ ആരോപണമായിട്ടാണ് KV മോഹനും എത്തിയിരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥികളുടെ നിർണയം എന്ന് പറയപ്പെടുന്നത് തോന്നിയ രീതിയിലാകുന്നു. പരാജയം പെടുന്നെങ്കിൽ പരാജയപ്പെടട്ടെ, വിജയസാധ്യത അല്ല അവിടുത്തെ മാനദണ്ഡം എന്ന് പറയും. അങ്ങനെ